നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഒരു വിചിത്രമായിട്ടുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്, കാണിച്ചുതരാം. സർവകലാശാലകൾ മതവർഗീയ പ്രസ്ഥാനങ്ങളുടെ പരീക്ഷണശാലകളല്ല. കാവ്യവൽക്കരണത്തിന് എതിരായ പോരാട്ടം കേരളത്തിന്റെ ഭാവിയെ സംരക്ഷിക്കാനുള്ളതാണ്. ഗവർണർക്കും സർക്കാരിനുമെതിരെ PA മുഹമ്മദ് റിയാസ്. ആദ്യമായിട്ട് ഭാരതത്തിനെ കാവ്യവൽക്കരിച്ചത് ഋഷിമാരാണ്. അതുകൊണ്ടാണ് ആർഷഭാരതം എന്ന് ഭാരത സംസ്കാരം അറിയപ്പെടുന്നത്. അതറിയാമോ? ഋഷിമാരുടെ അഗ്നിയുടെ നിറമാണ് കാവി. അതുകൊണ്ടാണ് ഈ കാവിക്ക് ഭാരതത്തിൽ സ്ഥാനമുള്ളത്. എന്തായാലും ഭാരതത്തെ മാംസഭാരതം എന്ന് ആരും വിളിക്കാൻ പോകുന്നില്ല. കാരണം ആ സംസ്കാരമല്ല ഭാരതത്തിനുള്ളത്. പിന്നെ ഭാരതത്തിന്റെ 4 സ്ഥലങ്ങളിലായിട്ട് 4 മഠങ്ങൾ സ്ഥാപിച്ച് ആദ്യമായിട്ട് ഭാരതത്തിനെ പൊതുവിൽ ഏകീകരിച്ച് കാവ്യവൽക്കരിച്ചത് കേരളത്തിൽ നിന്നുള്ള ഒരു കാവ്യ വസ്ത്രധാരിയാണ്. അദ്ദേഹത്തെ അറിയാമോ? ചില രേഖകൾ പ്രകാരം 2500 വർഷങ്ങൾക്ക് മുമ്പും ചില രേഖകൾ പ്രകാരം 1200 വർഷങ്ങൾക്ക് മുമ്പും ആണ് ജനിച്ചത് എന്നറിയപ്പെടുന്ന ആദിശങ്കരാചാര്യ തൃപ്പാദങ്ങൾ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് സർവകലാശാലകളുമുണ്ട്. എന്തിനാണ് കേരളത്തിലെ കാലടി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ആദിശങ്കരാചാര്യ തൃപ്പാദങ്ങൾ ഭാരതത്തിന്റെ 4 ഇടങ്ങളിലായിട്ട് ഈ 4 മഠങ്ങൾ സ്ഥാപിച്ചത് എന്നറിയാമോ? കാവ്യവൽക്കരണം നടത്താനാണ്. അതായത് ദേശീയ അഖണ്ഡത, നാഷണൽ ഇന്റഗ്രിറ്റി അഥവാ ദേശീയോദ്ഗ്രഥനം. ഇത് തന്നെയായിരുന്നു ലക്ഷ്യം. വിവിധ ഹൈന്ദവ സമാജങ്ങൾക്കിടയിൽ ഐക്യവും സംസ്കാരവും ഏകീകരിപ്പിച്ച് ദേശം ഒന്നാണ്, രാജ്യം ഒന്നാണ്, ഒരേ സംസ്കാരമാണ് എന്നുള്ളത് ഉറപ്പാക്കാൻ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തെക്കേ ഇന്ത്യയിൽ നിന്ന് വടക്കേ ഇന്ത്യയിലേക്ക് തീർത്ഥാടനം പോകുന്നതും വടക്കേ ഇന്ത്യയിലുള്ളവർ തെക്കേ ഇന്ത്യയിലേക്ക് തീർത്ഥാടനത്തിനെത്തുന്നതും. അത് കാവ്യവൽക്കരണമായിരുന്നു. ചില പ്രത്യേക രോഗങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഡോക്ടർമാര് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻ എടുക്കാനായിട്ട് നിർദ്ദേശം കൊടുക്കാറുണ്ട്. കേരളത്തിലെ ഭാവിയിൽ മതേതര രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രകൃതിക്ക് തോന്നിയതുകൊണ്ടാകും സാക്ഷാൽ ശങ്കരാചാര്യ തൃപ്പാദങ്ങള് ഭാരതത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി കേരളത്തിലെ കാലടിയിൽ തന്നെ വന്നു പിറന്നത്. ശങ്കരാചാര്യ തൃപ്പാദങ്ങള് തെക്കേ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച മഠമറിയാമോ? ശൃംഗേരി ശാരദാമഠം. ഇന്നത്തെ കർണാടകയിൽ തുംഗഭദ്രാ നദിക്കരയിൽ ചിക്കമംഗളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ശൃംഗേരി ശാരദാമഠം ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ ആദ്യമായിട്ട് തെക്കേ ഇന്ത്യയെ കാവ്യവൽക്കരിക്കാനായിട്ട് സ്ഥാപിച്ചത്. അവിടുത്തെ ആദ്യത്തെ ആചാര്യൻ സുരേശ്വരാചാര്യരായിരുന്നു. വേദം യജുർവേദ പ്രകാരമാണ് ഈ മഠം സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ജനിച്ച് ഭാരതത്തെ മുഴുവനും ഏകീകരിപ്പിക്കാൻ, ദേശീയ അഖണ്ഡത ഉറപ്പാക്കാൻ വടക്കേ ഇന്ത്യയിൽ പോയി രണ്ടാമത് കാവ്യവൽക്കരിക്കാൻ സ്ഥാപിച്ച മഠമറിയാമോ? ജ്യോതിർമഠം. ഉത്തരാഖണ്ഡില് ബദ്രീനാഥിന് സമീപം ഗർവാൾ മേഖലയില് അവിടുത്തെ ആദ്യത്തെ ആചാര്യൻ തോടകാചാര്യൻ. ഏത് വേദപ്രകാരമാണ് ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ അവിടെ കാവ്യവൽക്കരിച്ചത് എന്നറിയാമോ? അഥർവ വേദപ്രകാരം. കേരളത്തിൽ നിന്ന് ഭാരതത്തിന്റെ പടിഞ്ഞാറ് വശത്ത് പോയി ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ ഭാരതത്തെ കാവ്യവൽക്കരിക്കാൻ സ്ഥാപിച്ച 3ാമത്തെ മഠം ഏതാണ് എന്നറിയാമോ? കാളികാ മഠം അഥവാ ദ്വാരകാപീഠം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗുജറാത്തിലെ ദ്വാരകയിൽ. അവിടുത്തെ ആദ്യത്തെ ആചാര്യർ ഹസ്താമലകാചാര്യർ. ഏത് വേദപ്രകാരമാണ് ഈ മഠം കാവ്യവൽക്കരിച്ചത് എന്നറിയാമോ? സാമവേദപ്രകാരം. കേരളത്തിൽ നിന്ന് പോയി ഭാരതത്തിന്റെ കിഴക്ക് ഭാഗം കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ സ്ഥാപിച്ച മഠം ഏതാണെന്നറിയാമോ? ഗോവർദ്ധന മഠം, ഒഡീഷയിലെ പുരി. അവിടുത്തെ ആദ്യത്തെ ആചാര്യർ ആരാണെന്നറിയാമോ? പത്മപാദാചാര്യർ. ശങ്കരാചാര്യ തൃപ്പാദങ്ങളുടെ പ്രഥമ ശിഷ്യനായിട്ടുള്ള പത്മപാദാചാര്യർ. ഏത് വേദപ്രകാരമാണ് അവിടെ കാവ്യവൽക്കരിച്ചത് എന്നറിയാമോ? ഋഗ്വേദപ്രകാരം. ഇതുകൂടാതെ ദക്ഷിണേന്ത്യയിലെ കാഞ്ചി കാമകോടി പീഠവും
ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ തന്നെയാണ് കാവ്യവൽക്കരിച്ചത് എന്നാണ് ചില രേഖകളിലുള്ളത്. ഇനി മരുമോൻ എങ്ങനെയാണാവോ ഈ കാവ്യവൽക്കരണം തടയാൻ പോകുന്നത്? കാവ്യവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ ഈ വന്ദേമാതരം മുറിച്ചിട്ടേ പാടൂ എന്നൊക്കെ പറയുന്ന പോലെ വല്ല മുറിക്കൽ പോരാട്ടമാണോ?